നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ അർണൂസ് പാദ്രിയുടെ ഭാരത പര്യടനത്തിന്റെ വാർഷികാചരണം നടത്തി. മതിലകത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. വാർത്തകൾ വിശദമായി. അർണൂസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ 325-ാം വാർഷികവും 293-ാം ചരമവാർഷികവും പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ആചരിച്ചു. മെൽബൺ രൂപതയുടെ മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിന്റെ കാർമ്മികത്വത്തിൽ രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്കു ശേഷം അർണൂസ് പാതിരി സ്മൃതി മണ്ഡപത്തിൽ ഉപ്പീസും പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. മാർ ബോസ്കോ പുത്തൂർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യാനും വിശുദ്ധ കുർബാനയിലെ ഒപ്പം നമ്മൾ 325 കൊല്ലം മുമ്പ് കേരളത്തിലേക്ക് വരികയും 293 കൊല്ലം മുമ്പ് നമ്മിൽ നിന്ന് വേർപെടുകയും ചെയ്ത അർണൂസ് പാതിരിയുടെ ഓർമ്മകളെ മതിക്കുന്ന നിമിഷങ്ങളാണ്. ആരാണ് അർണൂസ് പാതിരി? എനിക്ക് തോന്നുന്നു മലയാള മനസ്സിൻ്റെ മതാത്മകതയ്ക്ക് മതിപ്പിക്കുന്ന സംഭാവനകൾ ചെയ്ത മഹാത്മാവാണ് അർണൂസ് പാതിരി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷനായി. കാലടിയിലെ സമീക്ഷ സെന്റർ ഫോർ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ആൻഡ് റിസർച്ച് ഡയറക്ടർ ഫാദർ ഡോക്ടർ സേവ്യർ തലമേൽ, പഴുവിൽ ഫൊറോന മുൻ വികാരി ഫാദർ ജോസ് തെക്കേക്കര, പഴുവിൽ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, നടത്തുകൈകാരൻ ആന്റോ മേക്കാട്ടുകുളം, പാധുവാനാഥം എഡിറ്റർ EJ ബെന്നി എന്നിവർ സംസാരിച്ചു. ദീപിക കർമ്മശ്രേഷ്ഠ അവാർഡ് നേടിയ തൃശൂർ അതിരൂപതയിലെ മുതിർന്ന വൈദികനും പഴുവിൽ ഫൊറോനയിലെ മുൻ വികാരിയുമായിരുന്ന ഫാദർ ജോസ് തെക്കേക്കരയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പഴുവിൽ ഇടവക മാതൃവേദി ഒരുക്കിയ പുത്തൻപാന നൃത്താവിഷ്കാരവും ഉണ്ടായിരുന്നു. അർണൂസ് പാതിരിയുടെ അനുസ്മരണ ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് പഴുവിൽ ഫൊറോന ദേവാലയത്തിൽ നടത്തിയ പുത്തൻപാന പാരായണ മത്സരം, പ്രസംഗ മത്സരം എന്നിവയിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും വിജയികളായവരുടെ കലാപ്രകടനവും നടന്നു. മതിലകത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. എറണാകുളം എടവനക്കാട് സ്വദേശി പുത്തേഴത്ത് വീട്ടിൽ സജീറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 15-ന് പുന്നക്കുരു ബസാറിൽ രാത്രി 9-ന് മതിലകം പുതിയക്കാവ് സ്വദേശി കല്ലുങ്ങൽ വീട്ടിൽ അനസിനെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. അനസ് മുമ്പ് അഴീക്കോട് ലൈറ്റ് ഹൗസിനടുത്ത് താമസിച്ചിരുന്ന സമയത്ത് 10 ലക്ഷം രൂപയോളം സജീറിൽ നിന്ന് വാങ്ങിയിരുന്നു. ഇത് തിരികെ കൊടുക്കാത്തതിലുള്ള വിരോധത്തിലാണ് അനസിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ഡാൻസാഫ് അംഗങ്ങളായ SI CR പ്രദീപ്,
ASI ലിജു, പോലീസ് ഉദ്യോഗസ്ഥരായ PK ബിജു, നിഷാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അന്തിക്കാട് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവാരാഹി ദേവി ക്ഷേത്രത്തിൽ ആണ്ടുവിഴ മഹോത്സവത്തിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ദീപാലങ്കാര സമർപ്പണവും നടന്നു. രാമൻ കാരാമാക്കൽ, ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പുമന നന്ദൻ നമ്പൂതിരി, ക്ഷേത്രം രക്ഷാധികാരികളായ രാംകുമാർ കാട്ടാനിൽ, വിജയരത്നം മടത്തിപ്പറമ്പിൽ, അനിലൻ മാക്കോത്ത്, സുരേഷ് കൊച്ചത്ത്, നീലാംബരൻ തൈവളപ്പിൽ, സുനിൽ ബാബു കാരാമാക്കൽ എന്നിവർ ചേർന്നാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. ആദ്യം തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം തന്നെ ഒരു പ്രകാശം, വെളിച്ചം, ഇനിയിപ്പോൾ ഒരു വീട്ടിലേക്ക് കയറിയായാലും അല്ലെങ്കിൽ എന്തായാലും ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുക, എന്നിട്ടാണല്ലോ ബാക്കിയുള്ള പൂജയ്ക്കായാലും ഇതിനായാലും. അപ്പോൾ അത് ആ ഉത്സവത്തിൻ്റെ ആ പ്രകാശിപ്പിക്കൽ, അതിലേക്കുള്ള വെളിച്ചം നമ്മളിന്ന് തെളിയിക്കാൻ തുടങ്ങുകയാണ്. ദേവി ആ വേണ്ട രീതിയിൽ അനുഗ്രഹിച്ച് അത് ഭംഗിയാക്കാൻ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുക. തുടർന്ന് പ്രാചീന കലാസദൻ അന്തിക്കാട് അവതരിപ്പിച്ച ഐവർകളി, കോൽക്കളി, പരിചമുട്ടുകളി, സരിയു കലാവേദി തൃപ്രയാർ അവതരിപ്പിച്ച വീരനാട്യം എന്നിവ ഉണ്ടായിരുന്നു. മണിപ്പാൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് ജിയോ കെമിസ്ട്രിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ നാട്ടിക സ്വദേശി ഗോകുൽ വത്സനെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗോകുൽ വത്സന്റെ വസതിയിലെത്തി KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉപഹാരം നൽകി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് VD സന്ദീപ്, CS മണികണ്ഠൻ, AN സിദ്ധപ്രസാദ്, അജിത് പ്രസാദ്, ഉണ്ണികൃഷ്ണൻ കോരാമ്പി, നിഷ ഉണ്ണികൃഷ്ണൻ, സന്തോഷ് VD എന്നിവർ പങ്കെടുത്തു. നാട്ടിക SN കോളേജിന് സമീപം താമസിക്കുന്ന കൊല്ലാറ വത്സന്റെയും ബിന്ദു വത്സന്റെയും മകനാണ് ഗോകുൽ വത്സൻ. പട്ടികജാതി ക്ഷേമ സമിതി നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പട്ടികജാതി ഉപവർഗീകരണവും പ്രത്യാഘാതവും PKS നിലപാടും എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. വലപ്പാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. വലിയ തോതിലുള്ള ന്യൂനപക്ഷ സമുദായത്തിന് നേരെയുള്ള അക്രമം നടക്കുന്ന പോലെ തന്നെ പട്ടികജാതി സമൂഹത്തിന് നേരെയും അതിരൂക്ഷമായിട്ടുള്ള അക്രമം നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം. കുലത്തൊഴിലായിട്ട് ഉപയോഗിക്കുന്ന മേളത്തിൻ്റെ തുകല് കൊണ്ട് മേളം, വിവിധ തരത്തിലുള്ള മേളങ്ങൾ, വാദ്യങ്ങൾ ഉണ്ടാക്കാൻ ആ വാദ്യങ്ങൾ ഉണ്ടാക്കുന്ന തുകല് ഉരിയുന്ന കുലത്തൊഴിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ വിഭാഗത്തെ അടക്കം അതിക്രൂരമായിട്ട് ആക്രമിക്കുന്നു. ആ അക്രമം പിന്നീട് അവിടെ നിലനിൽക്കുന്നില്ല. പ്രണയത്തിൻ്റെ പേരിൽ ആക്രമിക്കുന്നുണ്ട്, വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ആക്രമിക്കുന്നുണ്ട്, വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് ആക്രമിക്കുന്നുണ്ട്. ആ രീതിയിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി സമൂഹത്തിന് നേരെ അക്രമം നടന്നത് ഈ BJP ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. PKS ഏരിയ പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. PKS ജില്ലാ കമ്മിറ്റി അംഗം TV മദനമോഹൻ ക്ലാസ് എടുത്തു. PKS സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ, PKS ജില്ലാ കമ്മിറ്റി അംഗം KV അനിത, AV സതീഷ്, CITU ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ, PKS ഏരിയ സെക്രട്ടറി KK അനിൽകുമാർ, TV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. നാഷണൽ ഹൈവേ നിർമ്മാണത്തിനെ തുടർന്ന് തൃത്തല്ലൂർ ഉപ്പുപടന്ന പ്രദേശത്തെ 80ഓളം വീട്ടുകാരുടെ വഴിയില്ലാതെയായ പ്രശ്നത്തിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തും മണലൂർ MLA മുരളി പെരുന്നലിയും ഇടപെട്ടുകൊണ്ട് സർവീസ് റോഡും നടപ്പാതയും യാഥാർത്ഥ്യമാക്കുമെന്ന് നേതൃത്വം അറിയിച്ചു. ഉപ്പുപടന്നക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താൻ BJP ശ്രമിക്കുകയാണെന്ന് CPM പറഞ്ഞു. യോഗം മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, KA വിശ്വംഭരൻ, KC പ്രസാദ്, VA ഷാജുദ്ദീൻ, ശാന്തി ബാസി, VR ഷിജിത്ത്, ഗിരീഷ് മാത്തുകാട്ടിൽ, ഓമന മധുസൂദനൻ, A യൂസഫ്, AR വാസു എന്നിവർ സംസാരിച്ചു. അപ്പോൾ ആ നിവേദനം കൊടുത്തതിന്റെ ഭാഗമായി ചില ഇടപെടലുകൾ അത് ഉണ്ടാകുകയാണ്. പഞ്ചായത്ത് ഒരു നിവേദനം കൊടുക്കുന്നു. ആ നിവേദനത്തിൽ കൊടുത്ത മറുപടിയാണ് ഇപ്പം നേരത്തെ ഇവിടെ വായിച്ചത്. അത് NOC, പണിയാളെ NOC അല്ല കൊടുക്കുന്നത്. അത് അവർ ആ ഏജൻസിയുടെ പണിയുമെന്ന രൂപത്തിലാണ് ഇവിടെ ഇത് കൊടുക്കുന്നത്.
അതുവരെ കാത്തിരിക്കാൻ കഴിയും. അപ്പോൾ ഈ അടുത്ത ദിവസം നിയമസഭയിൽ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ പൊതുഗതാഗത മന്ത്രി തന്നെ പറഞ്ഞ് അത് ന്യായമായ രൂപത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പരിഹാരം ഉണ്ടാക്കില്ല എന്നുള്ളതല്ല, പരിഹാരം ഉണ്ടാക്കുന്ന സർക്കാരാണ് കേരള സർക്കാർ. ഓർമ്മയെടുത്ത് പരിശോധിച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നടക്കില്ലെന്ന് വീമ്പ് പറഞ്ഞു പോയ ആ സാധനം നടക്കുകയാണല്ലോ ഇവിടെ. അപ്പൊ ആര് വീമ്പ് പറഞ്ഞാലും നടക്കാതിരിക്കില്ല. വികസന രംഗത്ത് വമ്പൻ മുന്നേറ്റം കേരളം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ ഉപ്പ് കിടന്ന നിവാസികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി സർക്കാർ ഇടപെടുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമുണ്ടാകേണ്ട ഒരു കാര്യമില്ല. കെട്ടിട നിർമ്മാണ യൂണിയൻ CITU മണലൂർ മേഖലാ സമ്മേളനത്തിനോടനുബന്ധിച്ച സംഘാടക സമിതി യോഗം കാഞ്ഞാണി EMS സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ MK സദാനന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്തു. VK വേലായുധൻകുട്ടി, TV മനോഹരൻ, KS വിവേക്, PJ ജോൺസൺ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശിവഗിരി മഠം വർക്കല ഗുരുധർമ്മസഭ പ്രചരണ സഭ പെരുങ്ങോട്ടുകര കിഴക്കുമുറി യൂണിറ്റിന്റെ പൊതുയോഗം സംഘടിപ്പിച്ചു. പെരുങ്ങോട്ടുകര വിമുക്ത ഭടൻ ഹാളിൽ ചേർന്ന പരിപാടി ജില്ലാ സെക്രട്ടറി KU വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുരോഗമനം വന്നപ്പോ ഇത്തരം അതായത് അശാസ്ത്രീയ സംസ്കാരം നമ്മൾ ഇങ്ങനെ ഏറ്റെടുത്തു. നമ്മുടെ ഭാരതീയമായിട്ടുള്ള സംസ്കാരം നമ്മൾ കൈവിട്ടു. ആ കൈവിട്ടതിന് ഒരുപാട് രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾക്ക് ഒരുപാട് പങ്കുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ അവർ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളും നമ്മുടെ സഹോദരന്മാരും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ആ വീട്ടിലുള്ളവരാണ്. അവര് അത് ചെയ്യാതിരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് ഒരു മാന്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യൂണിറ്റ് പ്രസിഡന്റ് മഹാദേവൻ ചക്കമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്വന്തം വൃക്കദാനം ചെയ്ത ഷൈജു സായിറാമിനെ ചടങ്ങിൽ ആദരിച്ചു. ബാബു പള്ളിമാക്കൽ, പ്രകാശൻ കരാട്ടുപറമ്പിൽ, ജയകുമാർ കരിപ്പറമ്പിൽ, ഉഷ പുഷ്പാങ്കദൻ, ഷീല ബാബു പ്രസാദ്, സെക്രട്ടറി ബോധാനന്ദൻ കടവിൽ എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച വൈകിട്ടുണ്ടായ കനത്ത കാറ്റിൽ കയ്പമംഗലത്ത് വീടിന് മുകളിൽ കവുങ്ങൊടിഞ്ഞു വീണ് നാശനഷ്ടം. 7-ാം വാർഡിൽ മാമ്പറമ്പത്ത് രവീന്ദ്രന്റെ വീടിന് മുകളിലാണ് കവുങ്ങ് വീണത്. വീടിന്റെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. മറ്റ് പലയിടങ്ങളിലും മരം വീണ് വൈദ്യുതി ബന്ധവും തകരാറിലായിരുന്നു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 39,162,63,472 രൂപ വരവും 39,11,33,540 രൂപ ചെലവും 81,29,932 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അവതരിപ്പിച്ചത്. 26 വർഷത്തെ കരട് ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഈ ഭരണസമിതിയുടെ 5ാമത്തെ ലാസ്റ്റ് ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ 5 വർഷക്കാലം നമ്മൾ ഭരണസമിതി ഉണ്ടായിരുന്നെങ്കിലും 3 വർഷം ഞാൻ ഇതിനു മുന്നുള്ള വൈസ് പ്രസിഡന്റാണ് ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ ബഡ്ജറ്റാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. പാർപ്പിട പദ്ധതിക്ക് 2,90,00,000, തൊഴിലുറപ്പ് പദ്ധതിക്ക് 4 കോടി, പൊതുകെട്ടിടങ്ങൾക്ക് 1,36,00,000, റോഡ് നിർമ്മാണത്തിന് 5,50,32,000, ശുചിത്വത്തിന് 36,13,500, കോസ്റ്റൽ പാർക്ക് നിർമ്മാണത്തിന് 55 ലക്ഷം, വെള്ളക്കെട്ട് പരിഹാരത്തിന് 36 ലക്ഷം എന്നിങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത്. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ വയോജന സൗഹൃദ നവകേരളം പദ്ധതിയുടെ ഭാഗമായി തലമുറ സംഗമം നടത്തി. KC കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി സതീഷ്, AV ഗിരിജ, കുടുംബശ്രീ അംഗങ്ങളായ ഷനിത ഷെനിൻ, ജാൻസി ജേക്കബ്, ഓമന തിലകൻ, ഷൈമ നജീബ്, ഗിരിജ മേനോൻ, ബുഷറ, ബ്രിജിനി, അംബിക പ്രകാശൻ, നീതു സുജേഷ്, ശോഭ രാജു, സയൻഷ്യ ആരധി, സാജിദ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇപ്പോൾ ഏകദേശം 48 ലക്ഷം അംഗങ്ങളായിട്ടുള്ള കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ തലമുറ സംഗമം പഴയതും പുതിയതുമായിട്ടുള്ളത് 5-6 വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. വയോജനങ്ങളും നമ്മുടെ യുവജനങ്ങളുമായിട്ടുള്ള സംവാദങ്ങളാണ്. അപ്പം അതിൽ വയോജനങ്ങളെ സംബന്ധിച്ച് ഇന്ന്, ഇന്നലെ, നാളെ
എന്നതിനെ സംബന്ധിച്ച് അവർക്കുള്ള അനുഭവങ്ങളിലൂടെ പങ്കുവയ്ക്കാം. വീടുകളിലെയും വ്യക്തികളുടെയും സംഘടനകളുടെയും പുസ്തകങ്ങൾ സമാഹരിച്ച് പൊതുവായനശാലകൾക്ക് നൽകുന്ന മുൻ MP TN പ്രതാപന്റെ പുസ്തക ശേഖരണ പരിപാടിയുടെ ഗുരുവായൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ഏങ്ങണ്ടിയൂരിൽ നടന്നു. ഏങ്ങണ്ടിയൂർ BLS പരിസരത്തെ പണിക്കശ്ശേരി പ്രേമന്റെ വസതിയിൽ ചേർന്ന ചടങ്ങിൽ കവയത്രി അജിതകുമാരി പ്രേമന്റെ പുസ്തകങ്ങളും മഹർഷി മലയാള സ്വാമികളെക്കുറിച്ച് സുനിൽ പത്മനാഭ രചിച്ച മലയാള സ്വാമികൾ ഉൾപ്പെടെയുള്ള സുനിൽ പത്മനാഭയുടെ പുസ്തക ശേഖരവും TN പ്രതാപൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ വീട്ടിലെ പുസ്തകം നാട്ടിലെ വായനയ്ക്ക് ഗുരുവായൂർ നിയോജക മണ്ഡലം കോർഡിനേറ്റർ ഇർഷാദ് K ചേറ്റുവ, മണ്ഡലം കോർഡിനേറ്റർ OK പ്രൈസൺ, ഉണ്ണികൃഷ്ണൻ കാര്യട്ട്, മനോജ് തച്ചപ്പുള്ളി, കുമാരൻ പനച്ചിക്കൽ, ഉഷ V പുരുഷോത്തമൻ, അജിത് പ്രേം, സുചിത്ര രാധാകൃഷ്ണൻ, നൌഷാദ് കൊറ്റിലങ്ങൾ എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിൻ ഭാഗമായി 25-ൽ കുറയാത്ത പുസ്തക ശേഖരണങ്ങൾ സംഭാവന നൽകാൻ താൽപ്പര്യമുള്ളവരുടെ വീടുകളിലെത്തി സ്വീകരിക്കുമെന്ന് മുൻ MP TN പ്രതാപൻ അറിയിച്ചു. അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മഹാസത്രത്തിന്റെ വേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള തങ്കവിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള മഹാരഥഘോഷയാത്രയ്ക്ക് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീ തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ഗിരീഷ് മാത്തുക്കാട്ടിൽ, സുശീൽ ചാളിപ്പാട്ട്, പ്രവീൺ ചെറുകര, ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. എടമുട്ടം കഴിമ്പ്രത്ത് വൻ സ്പിരിറ്റ് വേട്ട. വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന 6500 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിൽ. കഴിമ്പ്രം സ്കൂളിന് സമീപം വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. 35 ലിറ്ററിന്റെ 197 പ്ലാസ്റ്റിക് കന്നാസുകളിലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി പരശുരാമൻ എന്നയാളെ അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശിയാണ് കെട്ടിടം വാടകയ്ക്കെടുത്തിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് മലപ്പുറത്തെ സ്പിരിറ്റ് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. ഗോവയിൽ നിന്ന് മൈദ ചാക്കിന്റെയും വൈക്കോലിന്റെയും മറവിൽ ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ചെറിയ വാഹനത്തിൽ 4 കന്ന സ്പിരിറ്റ് വിതരണത്തിന് കൊണ്ടുപോകുന്നതിനിടയിലാണ് പരശുരാമൻ എക്സൈസിന്റെ പിടിയിലായത്. പരശുരാമൻ കുറച്ചുനാളായി ചന്ദ്രാപിന്നിയിലാണ് താമസിച്ചു വരുന്നത്. കേരളത്തിലേക്ക് സ്പിരിറ്റ് കടത്തുന്ന സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായതായി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ് പറഞ്ഞു. മലപ്പുറത്ത് കണ്ടെത്തിയ സ്പിരിറ്റ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ തുടർന്ന് എക്സൈസ് വകുപ്പ് വളരെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടത്തിവരുന്നത്. അതിനിടയിൽ ലഭ്യമായ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിമ്പ്രം ദേശത്ത് ഈ കെട്ടിടത്തിൽ നിന്നും 35 ലിറ്റർ അളവ് കൊള്ളുന്ന 197 പ്ലാസ്റ്റിക് കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് കണ്ടെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശി സുബ്രഹ്മണ്യൻ മകൻ പരമശിവനെ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ കേസിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ കേരളത്തിലുടനീളം സ്പിരിറ്റ് വിതരണം ചെയ്യുന്ന മുഖ്യ കണ്ണിയുമായിട്ട് ഈ കേസിന് ബന്ധമുണ്ട് എന്ന പ്രാഥമികമായിട്ടൊരു തെളിവുണ്ട്. വാടാനപ്പള്ളി എക്സൈസ് CI ബെന്നി ജോർജ്, എക്സൈസ് ഉദ്യോഗസ്ഥരായ CK ഹരികുമാർ, VG സുനിൽകുമാർ, സുധീരൻ, ദക്ഷിണാമൂർത്തി, KR ഹരിദാസ്, CB ജോഷി, മധു, അബ്ദുൽ നിയാസ്, KV രാജേഷ്, KK വിജയൻ, ഷൈജു, നിഖിൽ, അഫ്സൽ, അബിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്.
ഇപ്പൊ ചോദ്യം മാറി. എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി? സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. കാഞ്ഞാണി സെന്റ് തോമസ് ഇടവകയിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളും കപ്പേളയിലെ സംയുക്ത തിരുനാളും ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ദാവിദ് വിധേയത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് വിശുദ്ധ കുർബാന, ലഥീൻ, നൊവേന, തുടർന്ന് ഇടവകയുടെ തെക്കേ അതിർത്തിയിൽ നിന്നും വിശുദ്ധ ഔസേപ്പിതാവിന്റെ ലില്ലി എഴുന്നള്ളിപ്പും നടത്തി. തിരുനാൾ ദിനത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന, ലഥീൻ, നൊവേന, തിരുനാൾ പ്രദക്ഷിണം എന്നിവയും നടന്നു. തുടർന്ന് 11:30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ സാന്തോം പാരിഷ് ഹാളിൽ ഊട്ടുനേർച്ചയും ഉണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ കൺവീനർ ടോണി എലുവത്തിങ്കൽ, കൈക്കാരന്മാരായ വർഗീസ് ചാലക്കൽ, AP റോബി, നവീൻ തോമസ്, സെക്രട്ടറി റൂബി ബിജു, ട്രഷറർ MJ സെബാസ്റ്റ്യൻ, ജോയിന്റ് കൺവീനർ CM തോമസ്, അംഗങ്ങളായ CA സെബി, സാംസൺ, ഫ്രാൻസിസ് ചാലക്കൽ, TD ജേക്കബ്, MF സ്റ്റാൻലി എന്നിവർ നേതൃത്വം നൽകി.
വലപ്പാട് സംസ്കാര സർഗവേദിയുടെ വാർഷിക ദിനത്തിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. കേരളത്തിലെ എല്ലാ വായനശാലകൾക്കും ആവശ്യമായ പുസ്തകം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഡർ ഇടുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ചുവടെയുള്ള മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും എവിടെയൊക്കെയാണ് നമുക്കത് കൊടുക്കാൻ കഴിയുക എന്ന് ആലോചനയുണ്ടായി. അപ്പോൾ ആലോചന അടിസ്ഥാനത്തിൽ നമ്മുടെ 9 പഞ്ചായത്തുകളുണ്ട്. അതിൽ പ്രത്യേക എടുത്തു പറയുന്നത് രജിസ്റ്റേർഡ് ഉള്ള നമ്മുടെ വായനശാലകൾക്ക് ആവശ്യമായ പുസ്തകം വിതരണം ചെയ്യണം എന്ന് ഓർഡർ ഇടുകയുണ്ടായി. അപ്പോൾ MLAക്ക് ഏകദേശം 3 ലക്ഷം രൂപ വരെ പുസ്തകം വാങ്ങി കൊടുക്കാനുള്ള നിയമം സ്പീക്കർ പറയുകയുണ്ടായി. അല്പം പോലും സമയം കളയാതെ നമുക്കറിയാലോ, മൊബൈലുണ്ടെങ്കിൽ എല്ലാവർക്കും മെസ്സേജ് കൊടുക്കാൻ എളുപ്പം കഴിയുന്ന കാര്യമാണ്. എല്ലാവരുടെയും ശ്രദ്ധ കിട്ടത്തക്ക രീതിയിൽ. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ MLA ആണെങ്കിൽ പോലും എൻ്റെ ഓഫീസ് വർക്ക് വളരെ പ്രധാനമാണ്. MLA അനുവദിച്ച 20 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലിക ദേവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK പ്രഹർഷൻ, വൈശാഖ് വേണുഗോപാൽ, സംസ്കാര പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാറിൽ കാറുകളും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വാടാനപ്പള്ളി സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് ഷെരീഫ്, ഏങ്ങണ്ടിയൂർ സ്വദേശി കളപ്പുരയ്ക്കൽ ഹരിദാസൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃപ്രയാർ തെക്കേ ആത്മാവിന് സമീപം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോ ടാക്സിയിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 2 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇൻഫന്റ് ജീസസ് ദർശന സമൂഹം ഒരേക്കർ സ്ഥലത്ത് ചേന കൃഷി ആരംഭിച്ചു. ചേനനടിൽ ഉത്സവം വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ജോഫിൻ അക്കരപ്പറ്റേക്കൽ, കൺവീനർ വിൻസെന്റ് ചാലക്കൽ, പ്രസിഡന്റ് ജോണി കൈക്കാരന്മാരായ ജോജി മാളിയേക്കൽ, ജോസഫ് AC, സണ്ണി KO എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക ദർശന സമൂഹം പള്ളിപ്പറമ്പിലെ ചേനകൃഷി നടത്തുന്ന അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ നിർവഹിച്ചത്. ഈ സംഘടനാംഗങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇപ്രകാരം ഒരു സംരംഭം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത്. അതിനുവേണ്ടി ദിവസങ്ങളിലെല്ലാം ഇതിനുവേണ്ട ഒരുക്കങ്ങളും നടീൽ കർമ്മത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുകയായിരുന്നു. അതിനുവേണ്ട ചേന വിത്തുകളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാം തയ്യാറാക്കി ഇന്ന് ഇത് ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. രാവിലെ ദിവ്യബലി, ലഥീൻ, നൊവേന, പാട്ടുകുർബാന, അന്നദാനം എന്നിവ നടന്നു. ഫാദർ ജോൺ അയ്യങ്കാനയിൽ, പോളി KV, ജോസ് TV, ജോസ് ML, ജോഫി മാത്യു ചുങ്കത്ത എന്നിവർ നേതൃത്വം നൽകി. ഈ ഇടവകയിലെ എല്ലാ വിശ്വാസത്തിലും ദൈവഭക്തിയിലും മറ്റുള്ളവർക്ക് മാതൃകയായി തീരട്ടെ. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടുനേർച്ചയിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരോടും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും. തൃശ്ശൂർ അതിരൂപതയിലെ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയയുടെ നാമധേയത്തിലുള്ള ഏക ദേവാലയമായ മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. അതോടനുബന്ധിച്ച് ഊട്ടുനേർച്ചയും. ഇന്നേ ദിവസം ധാരാളം പേർ ഈ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുകയും തുടർന്നുള്ള ഊട്ടുനേർച്ചയിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകുകയും ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. മദ്യവിരുദ്ധ സമിതി ആഹ്വാനം ചെയ്ത മദ്യലഹരി വിരുദ്ധ ഞായർ വലപ്പാട് ഇടവകയിൽ ആചരിച്ചു.
വികാരി ഫാദർ ജെൻസ് തട്ടിൽ പതാക ഉയർത്തി സന്ദേശം നൽകി. വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ സമിതിയിലെ ഓരോ അംഗങ്ങളും ശക്തമായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത വികാരിയച്ചൻ ഊന്നിപ്പറഞ്ഞു. പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് മദ്യവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അതിരൂപത വൈസ് പ്രസിഡന്റ് ഷീന ജോസ്, യൂണിറ്റ് ട്രഷറർ ക്ലിൻസ് പോൾസൺ, മറ്റു ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പങ്കെടുത്ത എല്ലാവർക്കും മധുര വിതരണവും നടത്തി. വലപ്പാട് പുത്തൻപള്ളി UAE കൂട്ടായ്മയുടെ ഇഫ്താർ വിരുന്നും പൊതുയോഗവും ഷാർജ സഫാരി മാളിൽ പത്തായം റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്നു. കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പണിക്കവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ബനീഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് കടവിൽ, ലിയാഖത്ത്, ജാഫർ, ഷൗക്കത്ത്, നസീർ പുഴങ്കരയിലത്ത് എന്നിവർ നേതൃത്വം നൽകി. മുഹമ്മദ് ബഷീർ വൈശം വീട്ടിൽ, കരീം പണിക്ക വീട്ടിൽ, ഇക്ബാൽ കൊക്രാനി, സെക്രട്ടറി റഷീദ് വീരാസൻ, സലീം ജഗ എന്നിവർ സംസാരിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ അർണൂസ് പാദ്രിയുടെ ഭാരത പര്യടനത്തിന്റെ വാർഷികാചരണം നടത്തി. മതിലകത്ത് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.